നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയെ ഇനി ഒരിക്കൽ കൂടി തൊടാൻ പാകിസ്ഥാൻ മുതിരില്ല. അങ്ങനെ തൊട്ടാൽ പാകിസ്ഥാനെ മുച്ചൂട് മുടിക്കാനുള്ള ആയുധം ഇന്ത്യയുടെ പക്കലുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയിലൂടെ മറുപടി നൽകിയത്. ഇന്ത്യയുടെ ആക്രമണത്തിന് തകർന്നടിഞ്ഞ പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക കേന്ദ്രം മാറ്റാൻ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതായത്, നിലവിൽ അവരുടെ സൈനിക കേന്ദ്രം റാവൽപിണ്ടിയിലാണ്. അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട്. സൈനിക കേന്ദ്രം മറ്റൊരിടത്തേക്ക് മാറ്റിയാൽ അവിടെ ഒളിച്ചിരിക്കാൻ അവർക്ക് സ്ഥലം കണ്ടെത്തേണ്ടതായി വരും. പാക് സൈന്യം റാവൽപിണ്ടിയിൽ നിന്നും അവരുടെ സൈനിക ആസ്ഥാനം മാറ്റുകയാണെങ്കിൽ ഒളിക്കാൻ വളരെ ആഴത്തിലുള്ള കുഴികൾ തന്നെ കണ്ടെത്തേണ്ടി വരും. ഇക്കാര്യം ആർമി എയർ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് സുമർ ഇവാൻ ഡി കുൻഹ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പ്രധാന വ്യോമതാവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. പാകിസ്ഥാന്റെ ഏത് ആയുധവും പ്രതിരോധിക്കാനുള്ള ശേഷിയും നമ്മുടെ അതിർത്തിയിൽ നിന്ന് പോലും പാകിസ്ഥാനെ നേരിടാനുള്ള ശേഷിയും ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. ദീർഘദൂര ഡ്രോണുകളും ഗേഡ്സ് യുദ്ധോപകരണങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് നിർണായകമായ പങ്ക് വഹിക്കുകയാണ് ചെയ്തത്. രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് സായുധ സേനയുടെ പ്രഥമ കടമ. എന്തായാലും നമ്മുടെ അതിർത്തിയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് പാക് സൈന്യം ആക്രമണം നടത്തിയത്. എന്നാൽ അതിൽ നിന്നെല്ലാം രാജ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ നിമിഷ നേരം കൊണ്ടാണ് ഇന്ത്യ നിലം പരിശാക്കിയത്. 4 ദിവസത്തിനിടെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ 1000-ഓളം ഡ്രോണുകൾ തൊടുത്തുവിട്ടു. എല്ലാ ഡ്രോണുകളും കര, നാവിക, വ്യോമസേനകൾ തകർത്തെറിഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിലും കണ്ടോൺമെന്റുകളിലും ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാക് ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ഈ ആക്രമണത്തിൽ നിന്നും നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് വസ്തുത. നമ്മുടെ ജനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ സ്വന്തം പൗരന്മാർക്കും ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും സത്യമായ കാര്യം. അതായത്, കേന്ദ്രം ഈ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ജവാന്മാർ, ഓഫീസർമാർ, ഭാര്യമാർ എന്നിവരും കണ്ടോൺമെന്റുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ച് അവർക്ക് പോലും ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ആധുനിക യുദ്ധരംഗത്ത് പ്രത്യേകിച്ച് ഡ്രോണുകളും മറ്റു നൂതന സാങ്കേതിക വിദ്യകളും നിർവീര്യമാക്കുന്നതിൽ ഇന്ത്യയുടെ തയ്യാറെടുപ്പ് ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയിരുന്നു. ഇന്ത്യയുടെ സംയോജിത കമാൻഡ് ഘടനകളെ എടുത്തു കാണിച്ചുകൊണ്ട് വിവിധ സൈനിക ശാഖകൾക്കിടയിൽ സുഗമമായ ഏകോപനം സാധ്യമാക്കിയത്. പ്രകോപനത്തിന്റെ മുൻ നിർവചിക്കപ്പെട്ട പരിധികൾ കടക്കുന്നതുവരെ ക്ഷമയോടെ പ്രവർത്തിക്കുകയും തുടർന്ന് നിർണായക നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ തത്വം പ്രതിഫലിപ്പിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.